ബാർക്കോഴ വിഷയത്തിൽ മലക്കം മറിഞ്ഞ് പണപ്പിരിവിന് നിർദ്ദേശം നൽകിയ ബാർ ഉടമകളുടെ മുൻ സംഘടനാ നേതാവ് അനിമോൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ പണം ആവശ്യപ്പെട്ടത് സംഘടനാ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് എന്നതാണ് പുതിയ വാദം. സംഘടനാ യോഗത്തിൽ അപമാനം നേരിട്ടെന്നും അപ്പോഴത്തെ മനോനിലയിൽ പറഞ്ഞത് മാറിപ്പോയി എന്നുമാണ് വിശദീകരണം. ബാർ ഉടമ സംഘം പ്രസിഡന്റ് വി സുനിൽകുമാറിന്റെ വാദം ന്യായീകരിക്കും വിധമാണ് അനിമോൻ അംഗങ്ങൾക്ക് പുതിയ സന്ദേശം അയച്ചിരിക്കുന്നത്. പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ നിന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂപ്പ് ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പുതിയ ബാർക്കോഴ വിവാദത്തിന് തുടക്കം കുറിച്ച അനിമോന്റെ ശബ്ദ സന്ദേശമാണിത്. ഡ്രൈഡേ ഒഴിവാക്കുന്നതിനും ബാറുകളുടെ സമയം കൂട്ടുന്നതിനും കാണേണ്ടവരെ കാണേണ്ട പോലെ കാണണമെന്നും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നുമായിരുന്നു ശബ്ദ സന്ദേശം. വിവാദം ബാറുടമകളെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി. ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം തുടങ്ങി. പ്രഖ്യാപിക്കാനിരുന്ന ഇളവുകൾ പോലും സർക്കാർ വേണ്ടെന്ന് വെച്ചേക്കുമെന്ന് വാർത്തകൾ കൂടി വന്നതോടെയാണ് അനിമോന്റെ ചുവടുമാറ്റം. സംഘടനയ്ക്ക് തിരുവനന്തപുരത്ത് കെട്ടിടവും സ്ഥലവും വാങ്ങാനാണ് താൻ പണപ്പിരിവിന് നിർദ്ദേശിച്ചതെന്ന വിശദീകരണം. ബിൽഡിംഗ് ഫണ്ടിന് ഇടുക്കി ജില്ല സഹകരിക്കുന്നില്ലെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചു. പുതിയ സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് സസ്പെൻഡ് ചെയ്തെന്ന് അറിയിച്ചു. തുടർന്നുണ്ടായ പ്രത്യേക മാനസികാവസ്ഥയിൽ അയച്ച ശബ്ദ സന്ദേശമാണ് തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയതെന്ന് അനിമോൻ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. താൻ ഒളിവിലല്ലെന്നും അനിമോൻ വ്യക്തമാക്കി. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ വിവാദത്തിന് പിന്നാലെ പ്രതികരിച്ച അതേ കാര്യം തന്നെയാണ് അനിമോനും ഇപ്പോൾ ആവർത്തിക്കുന്നത്. 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.